നമുക്ക് നല്ല കപ്പയും ബീഫും ഉണ്ടാക്കി നോക്കാം. അതിലേക്കായി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് നന്നായിട്ട് കഴുകി നമ്മൾ അരിപ്പക്കൊട്ടയിൽ വെള്ളം വരാൻ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ആവശ്യമുള്ളത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ചെടുത്ത ശേഷം നമുക്ക് കുക്കറിൽ ഈ ബീഫ് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഈ വേവിക്കാൻ വെക്കണതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല ഇത് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇത് ഒരു കുക്കറിൽ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു 7 മുതൽ 8 വിസിൽ വരെ കൊടുക്കാം. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. അതിലേക്ക് കുറച്ച് സബോള ഇടുക. ഇത് നന്നായി ഒന്ന് വരണ്ട് വന്ന് ഒരു ബ്രൗണിഷ് നിറാകുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും ഇതിലിടാം. സാധാരണ നമ്മൾ ഇടാറുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല, കുരുമുളക് പൊടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിക്കാം. കപ്പ വേവിക്കാനായിട്ട് നന്നാക്കി എടുക്കുക. ഇതുപോലെ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. നമ്മളിവിടെ അടുപ്പത്താണ് കേട്ടോ വയ്ക്കുന്നത്. നന്നായി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസിലേക്ക് മാറ്റും. മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതിലേക്ക് തേങ്ങ, പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്ത് അതിലിടുക. എന്നിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ നമ്മളത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും ബീഫും റെഡിയായി.